ഐ എം ഓർക്ക. അപ്പോൾ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ജേർണലിങ് തുടങ്ങുകയാണ്. ഇതേപോലെ കുറേ ക്രാഫ്റ്റ് ഐഡിയാസും ക്രോഷേ തിങ്സും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് ജേർണൽ. ഞാനിതൊരു ഗ്രീൻ ജേർണലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ക്യൂട്ട് ബുക്ക് ഉണ്ട്, ചെക്കായിട്ടുള്ള ലൈൻസ് ആയിരിക്കും. മെമ്മോ പാഡ്സ്, ടു ഡു ലിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് നമുക്ക് പേപ്പറിലൊക്കെ ഒട്ടിക്കാൻ കഴിയും. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പം ഗൈസ്, ഇതിൽ കുറേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്കിനി ഒരു ക്രിസ്മസ് വൈബിലോട്ടാണല്ലോ പോകേണ്ടത്. കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ട്. സ്റ്റാമ്പ്സിൽ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇതിൽ നമുക്ക് ദിസ് വൺ വി ആർ സെലക്ടിങ്. ഇത് യാ സോ ബ്യൂട്ടിഫുൾ. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇതിൽ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റാൻഡ്സ് ഒക്കെ. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് കുറേ അടിപൊളി ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്രിസ്മസ് ആയിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ടിന് കാർഡ് കൊടുക്കുന്നതും പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഞാൻ ഇതാണ് പിക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പം ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം. നമുക്കിതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഇതിൽ കുറേ ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സാണുള്ളത്. ഒന്ന് ഒരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ക്ലിയറുമാണ്. അപ്പം ഞാനിതിൽ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ക്രിസ്മസ് വൈബിലാണല്ലോ. നമുക്ക് ഇതിൽ ഒന്ന് സെലക്ട് ചെയ്യാം. സോ ഇതിൽ ഞാൻ ഫസ്റ്റ് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഗ്രീൻ കളർ ലീവ്സൊക്കെ വരയ്ക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സ്കെച്ച്. സോ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പോയിട്ട് ലീവ്സ് ഇങ്ങനെ വരില്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊക്കെ അതിലുള്ള പോലെ നമുക്ക് തോന്നും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഇതിൽ ഞാൻ ഫെവി സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുറേ ടൈപ്പ് ഓഫ്, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ ഐഡിയാസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. സോ സ്റ്റിക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കണോ അല്ലെങ്കിൽ ഇവിടെ വെക്കാം അല്ലേ? കാരണം ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഐ തിങ്ക് ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇനി ഞാനിതിൽ നിന്ന് ഒരു സ്റ്റിക്കറായിട്ട് എടുക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് ഫ്ലവേഴ്സൊക്കെ ഉള്ള പോലെ ആയിട്ടാണ് വേണ്ടത്. അപ്പം അതിന് മുന്നേ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ കുഴപ്പമുണ്ടാവില്ല. സോ ഇതിൽ ഞാനൊരു ഇതാണ് എടുക്കുന്നത്. ഇത് നമുക്കിങ്ങനെ പേപ്പറിൽ ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ ഓക്കെ ആവും. സോ നമുക്കിത് എടുക്കാം. ഇതിൽ ഇത് ഇങ്ങനത്തെ പേപ്പറാണ്. സോ നമുക്ക് കോട്സ് ഇങ്ങനെ ഉള്ള പോലത്തെ ഒരു ഭാഗം ഉണ്ടോ? നല്ല ഭംഗിയുണ്ട് അല്ലേ? സോ അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുത്താൽ കറക്റ്റായിട്ട് നമുക്കിവിടെ സെലക്റ്റായിട്ട് കിട്ടും. സോ ഞാൻ ഈ ഒരു ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കുഞ്ഞു ഭാഗമല്ലേ, ഇത് നമ്മൾ ഇവിടെ തന്നെ ഒട്ടിക്കും. ഒരു മുറിഞ്ഞ പോലത്തെ വെച്ചാൽ കട്ടായിട്ട് അവിടെ ഒരു ബോർഡർ വന്ന പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത്. നല്ല രസമല്ലേ?
നമ്മൾക്ക് ഇതിൽ കുറേ കോഡ്സൊക്കെ എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഈ ഒരു ഇത് നമുക്കിവിടെ ഒട്ടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലെങ്കിൽ തിന്നായിട്ടുള്ളൊരു പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്ലാസ്റ്റിക് പോലത്തെ ശബ്ദമാണ്, പക്ഷെ നല്ല രസമാണിത് ജസ്റ്റ് ടിയർ ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭയങ്കര രസത്തിലാണ്, ASMR ഫീൽ തോന്നും നമുക്കിത് കേട്ടോ. ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറയുന്ന തീമായിട്ടുള്ള ജേർണലിങ്ങൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി പേർപ്പിൾ കളർ കുറോമി തീം അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളിനി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ ടൈപ്പ് ഓഫ് ജേർണലിംഗ് ആണ് ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടതെന്ന്. അപ്പം ഞാനിത് ഇവിടെ ടിയർ ആയ പോലെ ഒരു പേജ് look at this. അപ്പം നല്ല രസമുണ്ട്. നമ്മൾ ഈ തീമല്ലേ ഇത് നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുന്നു. ആൻഡ് അത് കഴിയുമ്പം ഞാൻ സ്റ്റാമ്പിൽ നിന്ന് തന്നെയുള്ള ഈ ഒരു പേപ്പർ, ഇത് നമുക്ക് എന്ത് കോഡ്സ് ചെയ്താൽ വേണമെങ്കിൽ ക്രിസ്മസ് ജേർണലിങ്ങോ അല്ലെങ്കിൽ ക്രിസ്മസ് ടൈപ്പ് ഓഫ് കോഡ്സൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കോഡ്സ് ലാസ്റ്റ് എഴുതാം. നമ്മൾ ഇവിടെ ജസ്റ്റ് സെൻട്രലിലാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചു. യെസ്. നമുക്ക് സ്റ്റിക്കറിൽ കുറച്ച് റാൻഡമായിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ ഏതെങ്കിലും സ്റ്റിക്കർ എടുക്കാം. ഇതിൽ റാൻഡമായിട്ട് എനിക്ക് തോന്നിയത് ഇത് നല്ല രസമുണ്ട്, ഒരു ബൊക്കി ഫീല് ഉണ്ട്. ബ്ലൂ കളറൊക്കെ നല്ല രസമുണ്ട്. ആൻഡ് ദിസ് വൺ നമ്മൾ ക്രിസ്മസ് തീം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതെടുക്കാം. നല്ല ഭയങ്കര ക്യാൻഡി തീം പോലെ തോന്നുന്ന ഒരു സ്റ്റിക്കറാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാം ബൊക്കി പോലെ. സോ ഈ ഭാഗം കുറച്ചൊന്ന് കമ്മി ചെയ്യാം. നമ്മൾ ക്രിസ്മസ് ഈ ഒരു ഭാഗം കുറച്ച് ഫില്ലായിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്റ്റാമ്പ്സ് എടുക്കാൻ വിട്ട് സ്റ്റാമ്പ്സിൽ കുറച്ച് തീം ആയിട്ടുള്ളത് എന്താ നോക്കാം. ദിസ് വൺ ഇത് കുറേ ഉണ്ട്, അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇതിലൊരു ക്രിസ്മസ് തീമായിട്ട് ഏതാണ് എടുക്കുക? ഇതുണ്ടോ? നല്ല രസമുണ്ട്. ആൻഡ് ഇത് നമുക്ക് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ക്രിസ്മസ് തീം പോലെ തോന്നും. അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന പോലെ ആക്കിയിട്ടേ ഉള്ളൂ, ഗമ്മൊന്നും ഞാൻ ആക്കിയിട്ടില്ല. അപ്പം എന്താണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോന്നിങ്ങനെ കറക്റ്റ് അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കാം. എന്നാലാണ് നമ്മൾ ഒരു ക്യൂട്ടായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം നമ്മൾ എങ്ങനെയാണ് ജേർണൽ ചെയ്യേണ്ടതെന്ന്. മീൻസ് നമ്മളിപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ഒന്നും പാടില്ല. ഓക്കെ, സ്റ്റിക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മൾ മൂഡ് മാറുകയാണ്, അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു, മറ്റേ രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുമ്പം ഒരു സുഖം ഉണ്ടാവില്ല. സോ ഞാനിതിനെ സ്റ്റിക്ക് ചെയ്തു. നമ്മൾ ഇവിടെ ഇട്ടിച്ചു. ആൻഡ്
ഇപ്പോഴത്തേക്കും നമ്മളൊരു ക്രിസ്മസ് തീം ഇങ്ങനെ ഓടി വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ദസ് വൺ നല്ല രസമുണ്ട്. ഇനി ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇനി നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞ് സാന്റാക്ലോസ് അവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ചെറുതായിട്ടൊരു ഒരു ക്രീപ്പി പോലെ ഇങ്ങനെ ചെറീസ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളറൊന്ന് കൊടുക്കാം. പിന്നെ നമ്മളുടെ സാന്റാക്ലോസും റെഡി ആയിട്ടുണ്ട്. സാന്റാക്ലോസിൻ്റെ കയ്യിൽ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ട്. നമ്മൾ ജസ്റ്റ് ഈ ഗ്രീൻ ലീവ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഡ് കളർ ചെറിയൊക്കെ ഒന്ന് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് ഒരു കോട്ട്സ് നമ്മൾ എഴുതാൻ വേണ്ടി സ്പേസ് വിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിതിൽ ബിലീവ് ഇൻ ദ മാജിക് ഓഫ് ക്രിസ്മസ് എന്ന് എഴുതാം. അങ്ങനെ ഞാൻ ഇവിടെ ബിലീവ് ഇൻ ദ മാജിക് ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു കുഞ്ഞു ബട്ടർഫ്ലൈനെ ഒട്ടിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു പേർപ്പിൾ യെല്ലോ കളർ തീമായിട്ടുള്ളൊരു കുഞ്ഞ് ഇതിനെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു കുഞ്ഞു വാഷി ടേപ്പ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ക്രിസ്മസ് ആയിട്ടുള്ളൊരു ജേർണലിങ്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ വരുന്നതായിരിക്കും, പിന്നെ ക്രോഷയോ ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.